ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗംഗയും വിനീതും കൂടി കയറി വരുന്നത് കാണുന്ന ഗീതയും ദാസനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പം ദാസൻ ഗീതയോട് ചോദിക്കും, ഇതെന്താടി നിന്റെ ആങ്ങള ഭാര്യയും കൂട്ടി ഈ വീട്ടിലേക്ക് വരുന്നത്? നിന്റെ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അറിയില്ല, അമ്മ അറിഞ്ഞതാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ലല്ലോ എന്ന് അപ്പം ചോദിക്കുകയാണ്. നിന്റെ അമ്മയുടെ മനസ്സിലൂടെ എന്തൊക്കെയാ കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ വീട് സ്ഥലവും കൈവിട്ട് കളയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് അമ്മയോട് കാര്യം പോയി പറയാൻ പോകുന്ന ഗീത നിലവിളക്കുമായിട്ട് വരുന്ന സുജാതയെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അമ്മ ഇത് എന്തു ഭാവിച്ചാ? ഇവനും ഇവളും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഇവനെ അമ്മ ഈ പടിയടിച്ച് പിണ്ടം വെച്ചതല്ലേ? പിന്നെ എന്തിനാ അമ്മേ നിലവിളക്കം കൊടുത്ത് ഇവളെ ഇങ്ങോട്ട് ആനയിച്ച് കയറ്റുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ സുജാത അതിന് മറുപടി പറയില്ല കേട്ടോ. എന്നിട്ട് ഗംഗയുടെ കയ്യിലേക്ക് കൊണ്ട് നിലവിളക്ക് കൊടുക്കുക. വലതുകാല് വെച്ച് കയറിക്കോ മോളെ എന്ന് പറയാണ്. അപ്പം ഗംഗ ആ നിലവിളക്കം പിടിച്ച് ആ വീടിൻ്റെ മരുമകളായി വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറുക. വളരെ സന്തോഷത്തോടു കൂടി തന്നെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വിനീതും അകത്തേക്ക് പോവാണ് കേട്ടോ. ദേ, രണ്ടുപേരും സദ്യ കഴിക്കണം, അമ്മ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയാം. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ ഉള്ളൂ. നമ്മളെല്ലാവരും എത്ര കാലത്തിന് ശേഷമാണ് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക തന്നെ ചെയ്യും എന്ന് വിനീത് പറയാം. അപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലുള്ള വിനീതിൻ്റെ സുജാതയുടെ ഈ സംസാരം കേൾക്കുമ്പം ദാസനും ഗീതയ്ക്കും നല്ല ദേഷ്യം വരിക. അപ്പം ദാസൻ ഗീതയോട് പറയും, ദേ, നിന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമാക്കി നീ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആ തള്ള അടുക്കളയിൽ നിന്ന് എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, അവിടെ പോയി എന്താണെന്ന് നീ ചോദിച്ച് മനസ്സിലാക്കുക. ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ഗംഗയും വിനീതും കൂടി വിനീതിൻ്റെ റൂമിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇത് എന്തു ഭാവിച്ച എന്ന് ചോദിക്കാം. അപ്പം ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗീത കാണും കേട്ടോ. എന്താടി? അപ്പം അതിലൊരു കറിയുടെ ടേസ്റ്റ് നമ്മുടെ ഗീതയും നോക്കുവാണ്. ഇതിന് നല്ല എരിവ് തോന്നിയല്ലേ? എനിക്കും തോന്നി. നല്ല ഒന്നാന്തരം വറുത്തരിച്ച പച്ചച്ചെമ്മീൻ കറി വെച്ചതാ, പക്ഷേ എരിവ് അല്പം കൂടുതലാ. സാരമില്ല, ഞാൻ അല്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചോളാം, എരിവപ്പോഴേ കുറഞ്ഞോളും എന്ന് പറയാം. അതല്ലമ്മേ, വിനീതനും ഗംഗയും അമ്മ എന്ത് ഭാവിച്ച വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയതെന്നാണ് ഞാൻ ചോദിച്ചതോ? ഓ, അതായിരുന്നോ കാര്യം? എടി മോളെ, നിനക്കൊരു കാര്യം അറിയാവോ? ഈ വീട് സ്ഥലമൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതൊന്നും അല്ല, ആണോ എന്ന് ചോദിക്കുക. അതല്ല, അച്ഛൻ്റെ അല്ലേ എന്ന് അപ്പം ഗീത ചോദിക്കുക. അതെ, നിന്റെ അച്ഛൻ്റെതാ ഈ വീട് സ്ഥലമൊക്കെ. അതിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരവകാശം ഇല്ല. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അത് എന്നിലേക്ക് എത്തിപ്പെട്ടു. പക്ഷേ അതിൻ്റെ അവകാശികൾ അനന്തരാവകാശികളായ നിങ്ങൾ രണ്ടുപേരുവാ, നീയും വിനീതും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സ്വത്തിൽ തുല്യ അവകാശമാണ്. നീ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്കിതെല്ലാം നിന്റെ പേരിൽ എഴുതി തരണമെന്ന്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാൽ അത് നടക്കുമോ എന്ന് ചോദിക്കാം. അപ്പം ഇതെല്ലാം അറിഞ്ഞു നിന്നുകൊണ്ട് ദാസനും കേൾക്കുന്നുണ്ട്. അപ്പം ദാസനും ചിന്തിക്കുക, ശരിയാണല്ലോ, വിനീത് ഒപ്പിട്ട് കൊടുക്കാതെ ഇതൊന്നും ഇവളുടെ പേര് കിട്ടത്തില്ല. അപ്പം ഗീത ചോദിക്കും, അതെയോ, ഇതിലെങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അമ്മേ? പിന്നല്ലാതെ, എൻ്റെ സ്വത്തായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് എഴുതി തരുന്നതിൽ ഒരു തടസ്സമില്ല. പക്ഷെ നിന്റെ അച്ഛൻ വഴി നിനക്ക് കിട്ടിയ സ്വത്താകുമ്പം ഇതിൽ മക്കളായ രണ്ടുപേർക്കും തുല്യ അവകാശമാണ്. ഒരാൾക്ക് തന്നെ പൂർണ്ണമായിട്ടും മുഴുവനും എനിക്ക് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കില്ല. വിനീത് സമ്മതിച്ചാൽ മാത്രമേ അങ്ങനെയൊന്നും നടക്കുള്ളൂ. ഇന്നലെ രാത്രിയോടുകൂടി എനിക്ക് മതിയായി. എനിക്ക് മനസ്സിലായി, ഈ സ്വത്തൊക്കെ പിടിച്ചു വെച്ചിട്ട് എന്തിനാ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവനാ വിനീത്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പെണ്ണിൻ്റെ കഴുത്തിൽ എന്നെ മറന്ന് അവൻ താലി കെട്ടിയതോടുകൂടി അവനുമായിട്ടുള്ള സകല ബന്ധവും എൻ്റെ മനസ്സിൽ മരിച്ചതാ. പക്ഷെ അവനെ ഇപ്പം സ്നേഹത്തോടെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ നിനക്ക് ഈ വീടും പുരയിടും ഒക്കെ അവൻ എഴുതി തരത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം ഗീത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. പെട്ടെന്ന് ദാസൻ ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് കയറി ചെല്ലുക. അല്ലെങ്കിലും ഇവളൊരു മണ്ടി അമ്മയുടെ അത്ര ബുദ്ധിയൊന്നും ഇവക്കില്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, സുജാതമ്മയുടെ ബുദ്ധിയൊന്നും ഗീതയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന്. ഒന്ന് പോ ദാസേട്ടാ, ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ അവനെയും അവളെയും വിളിച്ച് ഈ വീട്ടിലേക്ക് ആനയിച്ച് കയറ്റിയത്. അവർ രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ, അതിൽ നമുക്കെന്താ കുഴപ്പം? രണ്ടുപേരെ സ്നേഹിച്ച് വിനീതിനെ കൊണ്ട് തന്നെ ഒപ്പിട്ട് എൻ്റെ മോൾക്ക് ഇതെല്ലാം മേടിച്ച് തരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള സ്വർണവും പണമൊക്കെ, അതിലവനൊരവകാശമില്ല. അത് ഞാൻ മോൾക്ക് എഴുതി തരാം, എനിക്ക് സമയമാകുമ്പം എല്ലാം കൂടി തരാം എന്ന് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും സ്നേഹം എന്നോടുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയാം. ഈ ദാസേട്ടൻ കുടിച്ചിട്ട് ഇന്നലെ രാത്രി അമ്മ ഇത്രയൊക്കെ പേടിപ്പിച്ചപ്പം ഞാൻ കരുതി എൻ്റെ അമ്മ എന്നെ വെറുത്തു പോയിട്ടുണ്ടാകുമെന്ന്. അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ നിൽക്കാനല്ലേ സാധിക്കുള്ളൂ എന്ന് ചോദിക്കാം. അമ്മയ്ക്ക്
എല്ലാം മനസ്സിലാകുന്നുണ്ട് മോളെ. അമ്മ ആരാണെന്ന് എൻ്റെ മോളും പതിയെ മനസ്സിലാക്കും എന്ന് പറയാം. എന്താ അമ്മ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, നമുക്കൊരു സദ്യ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതാ. രണ്ടുപേരെ സോപ്പിട്ട് നിന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അമ്മ എന്ന് പറയാം. അപ്പോൾ ദാസൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീതും ഗംഗയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗെ, നീ അടുക്കളയിലേക്ക് ചെല്ല്, അമ്മയുടെ കൂടെ നിൽക്ക്, ഞാനിവിടെ നിന്നോളാം. അല്ല വിനിതേട്ടൻ എന്തെങ്കിലും വേണോ? എനിക്ക് എന്തെങ്കിലും വേണമെങ്കിലേ അതൊക്കെ ചാത്തന്മാരിവിടെ എത്തിച്ചു തരും എന്ന് പറയാം. ഓ ആയിക്കോട്ടെ, വിനിതേട്ടൻ ഈ റൂമിൽ ചാത്തൻ സേവ ഉണ്ടെന്നേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം. നീ ചെല്ല് എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗ അടുക്കളയിലേക്ക് ചെല്ലുക. ആഹാ, അപ്പച്ചി ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ എന്ന് അപ്പം ഗംഗ ചോദിക്കുക. പിന്നല്ലാതെ, എങ്കിൽ ഞാനും കൂടി കൂടാം. അല്ല ഗീതേച്ചിക്ക് ഒരു പണിയും ചെയ്യാൻ ഇഷ്ടമല്ലേ എന്ന് ഗംഗ ചോദിക്കുക. ഏയ്, എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അവിടെ ദാസേട്ടൻ്റെ അമ്മയുണ്ടല്ലോ സ്വർണ്ണമ്മ എപ്പോഴും പറയും ഈ ഗീതയെ അടുക്കളയിലാണോ പെറ്റിട്ടതെന്ന്. അത്രയ്ക്ക് എനിക്ക് അടുക്കളയുമായിട്ടൊരു ആത്മബന്ധമുണ്ട്. ആ വീട്ടിൽ ഞാൻ എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് എല്ലാവർക്കും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. എൻ്റെ കൈപുണ്യം അവർക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണേ എന്ന് പറയണം. ഓ, അത്രയ്ക്ക് കൈപുണ്യം ഉണ്ടോ ഗീതേച്ചിക്ക് എന്നപ്പോൾ ഗംഗ ചോദിക്കും. പിന്നല്ലാതെ, എൻ്റെ അമ്മയുടെ കൈപുണ്യം മുഴുവനും കിട്ടിയിരിക്കുന്നത് എനിക്കല്ലേ എന്ന് ഇപ്പോൾ സുജാതയെ നോക്കിക്കൊണ്ട് ഗീത പറയാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും ചെയ്യാൻ അമ്മ സമ്മതിക്കില്ല. ഞാനൊരു കറിക്കരിഞ്ഞു കൊടുക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ, ഇനി ഇവിടെ കൂടി വന്ന് പണിയെടുക്കേണ്ട ഒരു അത്യാവശ്യം ഇല്ലെന്നാ അമ്മ പറയാ. അതെയോ? ഷോ, ഗീതച്ചിക്ക് ഇത്രയ്ക്കും പാചകം ഇഷ്ടമായിട്ടും വെറുതെ ഇരുത്തുന്നത് തീരെ ശരിയായില്ല അപ്പച്ചി എന്ന് ഗംഗ പറയാം. പെട്ടെന്ന് ഗംഗ കുറച്ച് വെണ്ടയ്ക്കെല്ലാം കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഗീതച്ചിക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ ഗീതച്ചി ഇതങ്ങ് അരിഞ്ഞതാ എന്ന് പറയാം. അയ്യോ, ഇത്രയും കറികൾ അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചപ്പം ഇനി ഇതിൻ്റെ കൂടി ആവശ്യം എന്നതാ ഗംഗ എന്ന് ചോദിക്കാം. അയ്യോ ഗീതച്ചി അങ്ങനെ പറയരുത്, നമുക്ക് ഇത് വെച്ചിട്ടേ ഒരു തീയൽ അങ്ങോട്ട് വെക്കാം, നല്ല അടിപൊളിയാ, വിനിതേട്ടന് ഒരുപാട് ഇഷ്ടമാണ് താനും, ചേച്ചി അരിയ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗീതയുടെ അടുത്തേക്ക് സുജാത വന്ന് നിൽക്കുക. എന്നിട്ട് പറയും, ദേ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. അവളിപ്പോൾ പറയുന്നതിൽ ഒരു കുത്തലില്ലേ, നീ പയ്യെ പണിയൊക്കെ ചെയ്തോ, അവളെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിൽക്കണം എന്ന് പറയാം. അപ്പം ഗീത മനസ്സില്ല മനസ്സോടെ കത്തി മേടിക്കുക. അപ്പം നമ്മുടെ ഗംഗ ഗീതയോട് പറയും, അല്ല ചേച്ചി, ഒരു വീട്ടിൽ നമ്മൾ എല്ലാവരും താമസിക്കുമ്പം എല്ലാം ഷെയർ ചെയ്ത് വേണമല്ലോ ചെയ്യാൻ എന്ന് ചോദിക്കുക. അപ്പം ഷെയർ എന്ന് കേൾക്കുമ്പോൾ ഗീത ഞെട്ടി സുജാതയെ നോക്കുക. അപ്പം സുജാത പറയും, ഇവൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് ഗീതയോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഗംഗയുടെ കയ്യിൽ നിന്ന് ആ പച്ചക്കറി മേടിച്ച് അരിയാനായിട്ട് തുടങ്ങാണ് കേട്ടോ. ഇതേ സമയം വിനീതിൻ്റെ റൂമിലേക്ക് ഒരു മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് ദാസൻ കയറി ചെല്ലുക. അളിയ എങ്ങനെയുണ്ട്, അളിയന് വേണ്ടി ഞാൻ മേടിച്ചോണ്ട് വന്നതാ എന്ന് പറയാം. അടിപൊളി അളിയ എന്ന് പറഞ്ഞ് വിനീത് ഒന്നും അറിയാത്ത പോലെ ദാസന്റെ പിന്നാലെ ചെല്ലുക. അപ്പോൾ അവർ രണ്ടുപേരും പുറത്തിരുന്ന് മദ്യപിക്കാനുള്ള പ്ലാനൊക്കെയാണ് കേട്ടോ. അളിയൻ മദ്യപിക്കില്ലെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം അളിയൻ്റെ കടയിലൂടെ സൈഡിൽ കൂടെ ഞാൻ വന്നപ്പോഴാണ് അളിയൻ കൂട്ടുകാരൻ ഒപ്പം ചേർന്ന് മദ്യപിച്ച് പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് അവിടെ കിടന്ന് അറമാദിക്കുന്ന കണ്ടേ. അന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ മുന്നിലുള്ള വെറും അഭിനയമാണ്, മദ്യപിക്കത്തില്ല എന്നുള്ള അളിയൻ്റെ ഈ നാടകം എന്നൊക്കെ. അത് പൊളിഞ്ഞല്ലോ, ഇനിയിപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാലോ എന്ന് പറയാം. ഈ മദ്യത്തിനൊരു ഗുണമുണ്ട് അളിയ, മനസ്സിലുള്ളത് എന്തും നമുക്ക് തുറന്ന് സംസാരിക്കാം. ആരും ഒന്നും പറയാനും ചിന്തിക്കാനും പോകുന്നില്ല, അവ മദ്യപിച്ചതല്ലേ എന്നങ്ങ് പറയും. സത്യം പറഞ്ഞാൽ മദ്യം കഴിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ ഒരു തുറന്ന പുസ്തകം പോലെ പുറത്തേക്ക് ഇങ്ങോട്ട് ഒഴുകും എന്ന് പറയാം. അത് നേരെ അളിയ എന്ന് വിനീതും പറയണം. എനിക്ക് ഈ ഇങ്ങനത്തെ മദ്യത്തോടൊന്നും താല്പര്യമില്ല വിദേശിയെ, എനിക്കിഷ്ടം നല്ല നാടന, നല്ല ഒന്നാം തരം വാറ്റ്, അതൊക്കെയാണ് എനിക്ക് താല്പര്യം. അളിയൻ എങ്ങനെയാ എന്ന് ചോദിക്കാം. എനിക്ക് രണ്ടും പോകും അളിയ എന്ന് ഇപ്പോൾ വിനീത് പറയാണ്. കുറച്ച് മാങ്ങയും മുറിച്ചുകൊണ്ട് രണ്ടുപേരോടെ അതിൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്, ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ആട്ടോ. പിന്നെ അളിയ ഓരോ ഗ്ലാസ് ആയിട്ട് രണ്ടുപേരും കുടിക്കുക. അപ്പോൾ പെട്ടെന്ന് വിനീത് ഒറ്റ വലിക്ക് കുടിക്കുന്ന പോലെ കാണിച്ചിട്ട് ദാസൻ കാണാതെ അത് മുഴുവനും കമിഴ്ത്തി കളയൂട്ടോ. അളിയൻ ഒറ്റ വലിക്കത് മുഴുവൻ കുടിച്ചോ, നല്ല സ്റ്റാമിനയാ അളിയന് എന്ന് ദാസൻ പറയാം. എനിക്കിതും കൈ പിടിച്ചോണ്ടിരിക്കുന്ന തീരെ താല്പര്യമില്ല ദാസൻ അളിയ എന്ന് വിനീത് പറയാം. അളിയൻ ഒന്നും കൂടി അങ്ങ് ഒഴിച്ചേ. അപ്പം വിനീതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒപ്പം ദാസന് കുടിക്കുന്നുണ്ട് കേട്ടോ. ദാസൻ നല്ല ഫിറ്റായിട്ടുണ്ട്. വിനീത് വെറും അഭിനയമാണ്, മുഴുവനും കളയുക, അയാളതൊട്ട് കാണുന്നുമില്ല. ദാസൻ കുടിച്ചു കഴിയുമ്പം പറയും, നല്ല അളിയൻ്റെ ചേച്ചി ഉണ്ടല്ലോ, അവളെ ഞാൻ കല്യാണം കഴിച്ചതേ ഈ വീടും പുരയിടവും സ്വത്തും കണ്ടിട്ട് തന്നെ അളിയ. അല്ല ഇതൊക്കെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനൊരു തടസ്സമായിട്ട് അളിയൻ്റെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് വരരുത്. അളിയൻ സന്തോഷത്തോടു കൂടി തന്നെ എനിക്കത് ഒപ്പിട്ട് തരണം. അല്ലെങ്കിൽ തന്നെ അളിയൻ ഇനിയിപ്പോൾ എന്തിനാ ഈ കാണുന്ന വീടും പുരയിടും ഒക്കെ, സ്നേഹതീരം ആ വീട് നല്ല ഒന്നാം തരം വീടല്ലേ, അതിന് അളിയനല്ലേ സ്വന്തം എന്ന് ചോദിക്കാം. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അളിയ എന്ന് വിനീത് പറയാണ് കേട്ടോ.
ഇതേസമയം നമ്മുടെ ഗംഗയും സുജാതയും ഗീതയും കൂടി അടുക്കളയിൽ തകൃതിയായിട്ട് പണിയാം. നമ്മുടെ ഗീതയെ കൊണ്ട് നന്നായിട്ട് തന്നെ ഗംഗ ഓരോരോ പണികൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുജാതയും അതും ഇതും പറഞ്ഞ് ഗംഗയുടെ കൂടെ നിൽക്കുന്നതെന്ന് ഗീതയ്ക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. ഇതേസമയം പെട്ടെന്നാണ് ഒരാൾ കരയുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പം ഗീത ചോദിക്കും, അതെന്നാ അമ്മ ആ ശബ്ദം? അതപ്പറേ നമ്മുടെ ആടെ പ്രസവിക്കാറായി നിൽക്കുക, അതിൻ്റെ കരച്ചിലായിരിക്കും എന്ന് പറയാം. ഇതൊന്നും അല്ല എന്ന് ഗംഗ അപ്പം പറയും. ഇത് മനുഷ്യൻ്റെ കരച്ചിലാണല്ലോ അപ്പച്ചി എന്ന് ചോദിക്കുക. മനുഷ്യൻ്റെ കരച്ചിലോ? പെട്ടെന്ന് വീണ്ടും ഒരു കരച്ചിൽ കേൾക്കുക. അയ്യോ, ഇതെന്റെ ദാസേട്ടന്റെ ശബ്ദമാ, ദാസേട്ടൻ ഇത് എന്തു പറ്റി എന്ന് പറഞ്ഞാൽ ഗീത ഓടുക. പിന്നാലെ തന്നെ നമ്മുടെ ഗംഗയും സുജാതയും കൂടി ഓടുകയാണ്. അപ്പോഴാണ് വിനീതും ദാസനും കൂടി അവിടെ കിടന്ന് അടിപിടി കൂടുന്ന കാണുന്നത്. എൻ്റെ കഴുത്തിന് വിടടാളിയാ എന്നും പറഞ്ഞ് ദാസൻ കിടന്ന് കാറുക. നിനക്കെൻ്റെ അമ്മയെ തന്നെ കൊല്ലണമല്ലടാ, ഈ സകല സ്വത്തുക്കളും നിനക്ക് വേണമല്ലടാ എന്ന് ചോദിച്ചാൽ വിനീത് കഴുത്ത് പിടിച്ച് ഞെരുക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് 3 പേരും കൂടി ഓടിച്ചെന്ന് അവരെ പിടിച്ചു മാറ്റുക. അന്നേരം സുജാതയാണെങ്കിൽ ഗീതയോട് പറയും, അവനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് എത്രയും വേഗം പോകാൻ നോക്കിടി, അല്ലെങ്കിൽ നീ വിധവയാകും എന്ന് പറയാം. അത് കേൾക്കുന്ന ഗീത ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ ദാസേട്ടനില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, മറ്റാരില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു രീതിയാണല്ലോ ഗീതയ്ക്ക്. ഒരു വിധത്തിൽ ഗീതയാണെങ്കിൽ ദാസനെയും പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവുക. ഇതേ സമയം വിനീത് പെട്ടെന്നാണെങ്കിൽ അമ്മയെ ചേർത്ത് നിർത്തുക. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ എൻ്റെ പെർഫോമൻസ്? കുടിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് ദാസനളിയനെ ഒന്നും വിചാരിക്കില്ല, അവളെ ഒരു പാഠം പഠിപ്പിക്കണോടാ മോനെ എന്ന് സുജാത പറയാണ് കേട്ടോ. അപ്പോൾ സുജാതയും മറുകൈയിൽ ഗംഗയെ ചേർത്ത് പിടിച്ച് വിനീത് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം റൂമിലേക്ക് ഒരു വിധത്തിൽ എത്തിയ ശേഷം ഗീതയാണെങ്കിൽ ദാസന്റെ കഴുത്തൊക്കെ തിരുമ്മി കൊടുക്കുക. ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് പിടിക്കാതിരിക്കുക, വേദനിച്ചിട്ട് പാടില്ല, നിന്റെ അനിയൻ തയ്ച്ച് കൈക്കൊക്കെ നല്ല കരുത്താ, എൻ്റെ കഴുത്തവൻ കളഞ്ഞെന്നാ തോന്നുന്നേ എന്ന് പറയാം. നിങ്ങൾ എന്തിനാവശ്യമില്ലാതെ അവനെ പോയി പ്രകോപിപ്പിക്കാൻ നോക്കിയത്? തഞ്ചത്തിൽ അവനെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കുന്നതിന് പകരം ഓരോരോ കാര്യമായിട്ട് ചെന്നേക്കുക എന്ന് പറയാം. അവൻ ഇങ്ങനെ ഒരു ഭ്രാന്തനാണെന്ന് ഞാൻ കരുതിയോ? മദ്യപിച്ചു കഴിഞ്ഞാലേ അവന്റെ സ്വഭാവം തനി ചെറ്റയാ, പൊതുവെ കാണുന്ന ആ ശാന്തതയൊന്നും പിന്നെ അവനില്ല എന്ന് പറയാം. വെറുതെ അവന്റെ അടുത്തുനിന്ന് മേടിച്ചു കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പ്രസംഗിക്കുന്നു. പൊന്നു ഗീത, നീ വേഗം ഈ തുണിയെല്ലാം എടുത്ത് അടുക്കിപ്പെറുക്കി വെക്കുക, നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് പോകാം. അവനും അവളും ഇവിടുന്ന് പോയതിന് ശേഷമേ ഇനി ഈ വീടിൻ്റെ പടി ഞാൻ കയറത്തുള്ളൂ എന്ന് പറയാം. അപ്പോഴാണ് അവരുടെ മകൾ അവിടെ ഇരുന്ന് കളിക്കുന്നത്. അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കുന്ന ദാസൻ പറയും, ദേ ഈ കുട്ടിപ്പിശാശിനോട് ഇത് നിർത്താൻ പറയുന്നുണ്ടോ? എനിക്കിവിടെ വേദന എടുത്ത് ഇരിക്കുമ്പോഴാണ് അവളുടെ ഒരു കളി. എൻ്റെ പൊന്നു ദാസേട്ടാ, അതൊരു കൊച്ചു കുഞ്ഞല്ലേ, അച്ഛൻ്റെ കഴുത്ത് മാമൻ അടിച്ചൊടിച്ചു എന്നൊക്കെ ആ പാവം കൊച്ചിന് അറിയാവോ? അല്ലെങ്കിൽ തന്നെ ഈ കഴുത്തുമായിട്ട് നമ്മൾ എങ്ങനെയാണ് പോവുക എന്ന് ചോദിക്കാം. എങ്ങനെയെങ്കിലും പോവാം, ആ വിനീത് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിൽക്കില്ല. ദാസേട്ടൻ്റെ കഴുത്തിൽ ഒരു ബെൽറ്റെങ്കിലും ഇടുവായിരുന്നെങ്കിൽ കഴുത്തൊന്ന് നേരെ നിന്നിരുന്നേനെ. ഇവിടെ ഇപ്പം എവിടെയാണ് ബെൽറ്റ് ഇരിക്കുന്നത്? പോകുന്ന വഴിക്ക് നമുക്ക് ശരിയാക്കാടി, ഏതെങ്കിലും ആശുപത്രി കയറി എന്തെങ്കിലും ചെയ്യാം, അല്ലാതെ ഇനി എൻ്റെ കഴുത്ത് നേരെയാകുമെന്ന് തോന്നുന്നില്ല. നിന്റെ അനിയൻ അവൻ്റെ ഒരു പിടുത്തം. പെട്ടെന്നാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. ഗംഗയെ കാണുമ്പോഴത്തേക്കും എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ ഗീത ദേഷ്യത്തോടു കൂടി. അപ്പം പെട്ടെന്ന് തലതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദാസൻ ചോദിക്കും, ആരാ ഗീതേ? അതാ ഗംഗയാ, അവൾ ഒറ്റയ്ക്കേ ഉള്ളോ അതോ നിന്റെ അനിയനും ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. സമാധാനം എന്ന് ദാസൻ അപ്പം പറയാണ് കേട്ടോ. ദേ ഗീതേച്ചി, ദാസേട്ടനെയും കൊച്ചിനെയും വിളിച്ചോണ്ട് വാ, ഊണ് റെഡി ആയിട്ടുണ്ട്, നല്ല ഒന്നാം തരം സദ്യ, എനിക്ക് വേണ്ടിട്ടേ നിങ്ങളുടെ ഒരു സദ്യ, നിങ്ങളിരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയാം. ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വന്ന് വിളിച്ചു എന്നേ ഉള്ളൂ, വേണമെങ്കിൽ വന്ന് കഴിച്ചാൽ മതി. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ അനിയൻ മദ്യം കൈകൊണ്ട് തൊടില്ലാത്ത ആളായിരുന്നു. എന്ന് നിന്നെ കെട്ടിയോ അന്ന് മുതലാണ് അവന് കുടി തുടങ്ങിയത്. കുടിച്ചിട്ട് എൻ്റെ ദാസേട്ടൻ്റെ കഴുത്ത് അവൻ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? അപ്പം ദാസേട്ടനും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കാം. ചേച്ചിയെ കെട്ടിയ ശേഷമായിരിക്കും ഈ കുടി തുടങ്ങിയത്. ഇത് കേൾക്കുന്ന ഗീത എന്ത് പറയണമെന്നറിയാതെ നിൽക്കാം. പെട്ടെന്ന് ദാസൻ പറയും, നീ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പല്ലിലെ നമ്മൾ തന്നെ കമ്പിട്ട് കുത്തുന്ന പോലെ ഇരിക്കും, സ്വയം നാറ്റിക്കൂന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാം. വേണമെങ്കിൽ വന്ന് കഴിക്കുക എന്ന് ഗംഗ വീണ്ടും പറയാം. എനിക്ക് വേണ്ടിടേ, നീയെല്ലാം കൂടി അത് വെട്ടി വിഴുങ്ങിക്കോ, ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് പോവാ എന്ന് പറയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ്